പാരസെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുന്നത്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കച്ചവടം, ഒരു ബിസിനസ് അതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം കൊടുക്കാൻ നിയമപരമായി ഇന്ത്യയിൽ നടക്കില്ല. അപ്പൊ സ്വാഭാവികമായും മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കൊടുത്തിരിക്കണം. ഓപ്പർച്യൂണിറ്റി പ്ലസ് പ്രോഡക്റ്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിക്കൊപ്പം ഉൽപ്പന്നം കൊടുക്കുക. ഓരോ ഉൽപ്പന്നത്തിന് ഒരു താല്പര്യമില്ല. ഉൽപ്പന്നം ഏതായാലും പ്രശ്നമില്ല. ചില കമ്പനികൾ 22,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ, 12,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഉൽപ്പന്നം എന്താണെന്ന് നോക്കാൻ പോലും ഇല്ല. നേരത്തെ ടൂർ പാക്കേജ് കൊടുത്തുകൊടുക്കുന്നത്. ചിലൊരു പാക്കേജ് സാധനങ്ങളില്ല, ഓപ്പർച്യൂണിറ്റി മാത്രം. അത് ഇല്ലീഗലാ. ഇവിടെ വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. നിങ്ങളുടെ കൂടെ വന്ന ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം. അങ്ങനെ നിങ്ങളെ കൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്താണ് നാളെ ഞാനും നിങ്ങളും ഇല്ലാതെ പോകുന്ന സമയത്ത് കുടുംബത്തിൽ നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്നത്. നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പൾസറി ആയും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഇരിക്കണം. ചില ആളുകൾ ഇരുന്നത് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, മൊത്തം പ്രൊഡക്റ്റ് 10 പ്രൊഡക്റ്റ് പറയുമ്പോഴേക്കും 1.5 മണിക്കൂറാവും. അതിന് പകരം ഓപ്പർച്യൂണിറ്റി, എങ്ങനെ ബിസിനസ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെ പണം ഉണ്ടാക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കണം. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്താൽ നോമിനേഷൻ ഫെസിലിറ്റി നിങ്ങൾ കുടുംബത്തിന് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ഇല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ നിങ്ങൾ ഉൽപ്പന്നം മാത്രം വിറ്റാൽ നാളെ നിങ്ങളില്ലാത്ത സമയത്ത് കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാൻ ഒരു കുട്ടി പോലും ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ടാവില്ല. രണ്ടാമത് റീപർച്ചേസ്. റീപർച്ചേസ് നടക്കണമെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ പോരാ, പ്രൊഡക്റ്റിന് കൂടെ ഒരു നോളജ്. എന്തിന് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കണോ, എന്തിന് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ, എന്തിന് നമ്മളെ വൂണ്ട് ഹീലിംഗ് ഉപയോഗിക്കണോ, എന്തിന് നമ്മളെ ലിവിംഗ് ഉപയോഗിക്കണോ, എന്തിന് നമ്മുടെ ഓരോ ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ ചില ഉൽപ്പന്നങ്ങളുമായി നമ്മുടെ കമ്പനി നാളെ മാറുമ്പോ നമ്മുടെ നാട്, നിങ്ങൾ ഓരോ ഹോം ടൗണിലും നമ്മുടെ മിനി ഷോപ്പുകളോ സൂപ്പർ മാർക്കറ്റ് പോലുള്ള നമ്മളെ ഷോപ്പുകൾ വരുന്ന സമയത്ത് ആളുകൾ കടയിൽ കയറി സാധനം എടുത്ത് പോകും. നാട്ടിൽ ഇഷ്ടം പോലെ ടോയ് ക്ലീനർ ഉണ്ട്. എന്തിന് നമ്മളത് ഉപയോഗിക്കണോ? ആ ഒരു വിദ്യാഭ്യാസം എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് ഹാംഫുൾ ആയിട്ടുള്ള അതിന്റെ മേലെ ക്ലോസറ്റിന്റെ മേലെ ബാക്ടീരിയ മാത്രമേ കൊല്ലുള്ളൂ. വേസ്റ്റ് ദ്രവിപ്പിക്കുന്ന അനറോബിക് ബാക്ടീരിയ എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ കൊല്ലില്ല. അപ്പൊ അതിന് കൂടെ നോളജ്, പ്രൊഡക്റ്റിന് കൂടെ നോളജ് കൊടുത്താൽ അവർ റീപർച്ചേസ് ചെയ്യും. അവർ ഓർമ്മ ഉണ്ടാവും, ഓ മറ്റേത് ഒഴിച്ചു കഴിഞ്ഞാൽ ടാങ്ക് കിടക്കുന്ന ബാക്ടീരിയ ചത്തു, അത് വേണ്ട, MID തന്നെ വേണം. നിങ്ങൾ 10 ദിവസം കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പന്നം കൊടുത്ത് പഠിപ്പിച്ച, ഉൽപ്പന്നത്തിന് ഗുണനിലവാരം പഠിപ്പിച്ച കസ്റ്റമർ അവൻ നമ്മുടെ ഷോപ്പുകളിൽ ചെന്ന് സാധനം വാങ്ങിച്ചോളൂ. അപ്പൊ പാസീവ് കിട്ടും, വീട്ടിൽ കിടക്കുമ്പോൾ വരുമാനം കിട്ടും. എന്തിന് ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ചില ലീഡേഴ്സ്, ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ചില ടീമുകൾ, നമ്മുടെ ടീമിൽ അങ്ങനെ ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നത് ഭാഗ്യവശാല് 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട്, 50,000 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് ചില ആൾക്കാർ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കുന്നത്. എന്തേ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കുന്നത്? ഇത് എന്തിനാ ഉപയോഗിക്കുന്ന അയാൾക്ക് അറിയില്ല. അതെന്തിനാ ഉപയോഗിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ വെറുതെങ്കിൽ സംയുക്തെടുത്ത് തേച്ച് കുളിക്കൂലേ അയാള്? ആ നമ്മുടെ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കൂലേ? നമ്മള് സോപ്പ് ഉപയോഗിക്കൂലേ? നമ്മൾ ലിവിംഗ് ഉപയോഗിക്കൂലേ? വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ വുമൺ കമ്പൈൻ ആവശ്യം ഉണ്ടാവില്ലേ? പോട്ടെ, അടുത്ത അയൽവാസിക്ക് കൊടുക്കാൻ എന്തായാലും കട്ടിലടിക്കുന്ന നശിക്കില്ലേ? ആ നശിക്കുന്നതിന് പോരോ അടുത്ത അയൽവാസിക്കടുത്ത്, സുഹൃത്തുക്കടുത്ത്, ബന്ധുക്കൾക്ക് നല്ലൊരു സാധനം കൊണ്ടേക്കോളി, ഇഞ്ചി വിൽക്കാനാവില്ല, കൊണ്ടേക്കോളി. എന്നാലും കട്ടിലടിക്കണം നശിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ അയാൾ ഒരു കുട്ടിയോട് പറയില്ലേ, അടുത്ത അയൽവാസിയോട് പറയില്ലേ? കാരണം എന്താ? അയാൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നോളജ് കൊടുത്തിട്ടില്ല.
പ്രോഡക്റ്റ് പ്ലസ് നോളജ് ഇസ് ഈക്വൽ ടു യുവർ പാസീവ് ഇൻകം. പാസീവ് ഇൻകം ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഉൽപ്പന്നം കൊടുത്ത് പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു സാധനം വാങ്ങുമ്പോൾ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാ. നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാ. നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പുറത്തു പോയി വാങ്ങിക്കും. അപ്പൊ പാസീവ് ഇൻകം കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റിനുള്ള നോളജ് കൊടുക്കണം. ഇപ്പൊ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആദ്യം, പ്രൊഡക്റ്റ് രണ്ടാമത്. റീപർച്ചേസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ആദ്യം, നോളജ് രണ്ടാമത്. അങ്ങനെ വന്നാൽ നാളെ നിങ്ങൾ ഇന്ന് ഉൽപ്പന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളിലൊക്കെ അതേ ഉൽപ്പന്നം അന്വേഷിച്ച് ഏടെ നമ്മുടെ ഷോപ്പുള്ളത് അവിടെ പോയി സാധനം വാങ്ങിച്ചോളൂ. അടുത്ത റീറ്റെയിലിംഗ്, ഉൽപ്പന്നം വിൽക്കണോ? ഫസ്റ്റ് റിസൾട്ട് ദെൻ ദ പ്രൊഡക്റ്റ്. ആദ്യം റിസൾട്ട് പറയണോ? പ്രശ്നം തുമ്മിൽ മാറിയിട്ടുണ്ട്, ശ്വാസം അവിടെ മാറിയിട്ടുണ്ട്, ഇവിടെ മാറിയിട്ടുണ്ട്, ഗൈനിഫൈ കഴിച്ചിട്ട് കൂടിപ്പോയ മനുഷ്യൻ എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്ട്രോക്ക് വന്ന് എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട് കയറി സാധനം വിറ്റ് പോകുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് റിസൾട്ടാ. ആദ്യം റിസൾട്ട് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം അവന് ഓപ്പർച്യൂണിറ്റി അറിയില്ല, ഓപ്പർച്യൂണിറ്റി പറയില്ല. അപ്പോ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീപർച്ചേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീറ്റെയിലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വ്യക്തത കാണുന്നു. റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓപ്പർച്യൂണിറ്റിക്ക്. ഡയറക്ട് സെല്ലിംഗിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് ആണ്. റീറ്റെയിലിംഗിനകത്ത് ഫസ്റ്റ് യു സെൽ ദ റിസൾട്ട്സ്. ആദ്യം റിസൾട്ടുകൾ സെൽ ചെയ്യുക, പിന്നെ പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കസ്റ്റമർ അടുത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ എന്താ പറയേണ്ടത് ഒരു ധാരണ ഉണ്ടാവുന്നത്. രാഷ്ട്രീയ പുറത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ വീടും കയറുന്ന സമയത്ത് ചില വീട്ടിൽ രാഷ്ട്രീയം പറയും, ചിലടത്ത് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയും, ചിലടത്ത് സൗഹൃദങ്ങൾ മാത്രം, ചിലടത്ത് തർക്കങ്ങൾ. ഇത് ഏത് വീട്ടിൽ എന്താ പറയുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. വെറുതെ പറഞ്ഞ് എതിരാക്കേണ്ടത് എഴുതി പലരും പറയാൻ നിൽക്കും. ഇതേപോലെ ഒരു കസ്റ്റമർ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഒരു മുൻധാരണ നമുക്ക് ഉണ്ടാണോ? അവിടേക്ക് എന്തിനാ പോകണമെന്നുള്ളത്. ഇപ്പൊ റീറ്റെയിലിംഗ് എന്തിനാ ചെയ്യുന്നത്? അത് ആക്റ്റീവ് ഇൻകം. റിസൾട്ട് പറയാൻ പ്രൊഡക്റ്റ് കൊടുക്കുക, പൈസ ഉണ്ടാക്കുക. ആ സ്പോട്ട് പൈസ. രാവിലെ താമരശ്ശേരി ബാലുശ്ശേരിക്ക് വണ്ടി കയറാനുള്ള വണ്ടിക്കൂലി മാത്രം കയ്യിൽ വെച്ച് തിരിച്ചു പോകാനുള്ള പൈസ എന്റെ കയ്യിലെ പ്രൊഡക്റ്റ് ആണെന്ന് വിശ്വസിച്ച് ഇറങ്ങിയ എത്ര ആളുകളുണ്ട്. റീറ്റെയിലിംഗ് അത് ദിവസത്തേക്ക് ചെലവ് കഴിയാൻ വേണ്ടി റീറ്റെയിൽ ചെയ്തു വൈകുന്നേരം വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ട എന്തോ അത് വാങ്ങി വരുന്ന ആളുകളുണ്ട്. അതാ റീറ്റെയിലിംഗ്. അപ്പോ റിക്രൂട്ട്മെന്റ് നിങ്ങളുടെ നോമിനേഷൻ ഫെസിലിറ്റി ഉറപ്പിക്കാനും റീപർച്ചേസ് നിങ്ങളുടെ പാസീവ് ഇൻകം ഉറപ്പിക്കാനും റീറ്റെയിലിംഗ് നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം ഉറപ്പിക്കാനും. ഇത് മൂന്നും എന്തിനാണ് ചെയ്തു വെക്കുന്നത്, ചെയ്യുന്നതെന്ന് ഒരു വ്യക്തത വേണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി റീടെൻഷൻ. വന്ന ആളൊക്കെ നിലനിർത്തുക. ചില ആളുകൾക്ക് ഏത് റാങ്കിൽ നിന്ന് മീറ്റിംഗ് വിളിച്ചാലും ഒരേ എണ്ണം ആളുകളുണ്ടാവും പങ്കെടുക്കാൻ. മറ്റൊരു കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കൊഴിഞ്ഞു പോലും തീരുമാനത്തോളൂ, ഞാൻ വിട്ടുപോയിട്ടില്ല. പുതിയ പുതിയ ആളെ കൊണ്ടുവരും. പുതിയ പുതിയ ആളെ കൊണ്ടുവരാൻ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൈകൾ നിലനിർത്തണം. അതിനെന്താ ചെയ്യേണ്ടത്? റീടെൻഷൻ. വന്ന ആള് നിലനിർത്തുക. പലർക്കും പുതിയ പുതിയ ആള് വരുമ്പോ പഴയവരുമായിട്ടുള്ള ബന്ധം പതുക്കെ കുറഞ്ഞു പോവുക. വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ഇളയ കുട്ടീനെ ഉക്കത്തെടുക്കുന്ന സമയത്ത് മൂത്തന്റെ കൈ പിടിക്കാൻ മറക്കരുത്. ആള് നമ്മളെ കൂടെ നിർത്താൻ ഒറ്റ ആയുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ.
അവരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്യുക. ഇതുള്ളൂ. ഈ നാട്ടില് എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. വീട്ടിൽ പട്ടി ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാവും. അതിന് കർണാടകയിൽ കയറി കഴിഞ്ഞാൽ കുതിരയാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യവും കൂടെ വന്നവരെ നിലനിർത്താൻ, അവരെ നിയന്ത്രിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലില്ല. ആകെയുള്ള ആയുധവും സ്നേഹവും ശ്രദ്ധയും മാത്രം. അവരെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ശ്രദ്ധിക്കുന്നു ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. അവരൊന്നും നമ്മള് ഇൻകം കൊടുക്കുന്നില്ലേ? ഇൻകം നമ്മളല്ല കൊടുക്കുന്നത്, കമ്പനി കൊടുക്കുന്നത്. പ്രോഡക്റ്റ് കമ്പനിയെ കൊടുക്കുന്നത്, സർവീസ് കമ്പനിയെ കൊടുക്കുന്നത്, ഫോറിനൊരു കമ്പനിയെ കൊണ്ടുവന്നത്, എല്ലാം കമ്പനിയെ കൊടുക്കുന്നത്. നമ്മളതിന്റെ ഇടനിലക്കാർ മാത്രമാണ്. അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ചെറിയ കഥ ഓർമ്മപ്പെടുത്തിയാൽ എങ്ങനെയാണ് ആളെ കൂടെ വന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾക്ക് കിളികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാള് കാട്ടിൽ പോയി ഒരു കിളി പിടിച്ചിട്ടു, എന്നൊരു കൂട്ടിട്ട് വളർത്തി, കാശ് കൊടുത്ത് പാലും പഴവും ഒക്കെ വാങ്ങി ആ കിളിക്ക് അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ കിളി ഇണങ്ങിയോ എന്നറിയാൻ വേണ്ടി ഒന്ന് കൂട് നോക്കി. അതൊറ്റ പറക്കല് അത് കാട്ടിലേക്ക് പോയി. കൊടുത്ത പാലും പഴവും ഒക്കെ നഷ്ടം, അത് തന്നെ വഴിക്ക് പോയി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇനി പറന്നു പോകുന്ന കിളിയെ വേണ്ട, കാട്ടിൽ പോയി ഒരു അണ്ണാനെ പിടിച്ചോളൂ, അണ്ണാനെ കണ്ണനെ. എന്നിട്ട് അതിന് പാലും പഴവും കൊടുത്ത് വളർത്തി. 4 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കി കൂട് കൊടുത്തപ്പോ അവൻ ഓടി മരത്തിൽ കയറിപ്പോയി. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ച്, ഇനി ഇങ്ങനെ സാധനങ്ങളെ വളർത്തണ്ട. അണ്ണാനോട് മരത്തിൽ കയറിയതിനെ പുറകോടെ എന്നെ കൊണ്ടാവില്ല, പറക്കണ കിളിയിൽ പുറകെ പോകാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് എത്ര വളർന്നാലും എന്നെ വിട്ടു പോകില്ലെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ആഗ്രഹം ഉള്ളിൽ കിടക്കിട്ടാ, കിളിനെ വളർത്തുന്നതിന് എപ്പോഴും കാണണം, അണ്ണാനെ വളർത്തുന്നതിന് എപ്പോഴും കാണണം. അയാള് ഇത് കൂടെ നിൽക്കുന്നത് വീടിന് മുമ്പിൽ ഒരു മരത്തൈ നട്ടു. എന്നെ ദിവസവും ഇഷ്ടംപോലെ വെള്ളവും വളവും കൊടുത്തു. ആ മരം പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു. ഇന്നലെ പറന്നുപോയ കിളിയും ഓടിപ്പോയ എണ്ണാനും അതേ മരത്തിനൊന്ന് കൂട് കിട്ടി. അവയ്ക്കുള്ള ഇര അവർ തന്നെ ഓടിക്കൊള്ളൂ. ഇയാൾക്ക് കാണാനാണെങ്കിലോ അയാളുടെ പറമ്പിൽ അയാളുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. നിങ്ങളെ കൂടെയുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഇര അവർ തന്നെ തേടിക്കൊള്ളൂ. എന്നാ നിങ്ങൾ കിട്ടാനുള്ള കിട്ടുകയും ചെയ്യും. ഒന്നും മുടക്കാതെ ആസ്വദിക്കണോ, അതല്ലെങ്കിൽ ബാധ്യത ഉണ്ടാക്കി വെച്ച് ആസ്വദിക്കണോ? ഒന്നും മുടക്കാതെ എത്രയും ആസ്വദിക്കാവുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റികൾ ഒന്നാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും മികച്ച കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതൊന്ന് വേഗത്തിലാക്കാൻ ഏതാ ഈ റിക്രൂട്ട്മെന്റും ഈ റീറ്റെയിലിങ്ങും റീപർച്ചേസും ഒക്കെ ഒന്ന് സ്പീഡാക്കാൻ അതിന് അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 3 സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 2025 ജൂലൈ മാസം 12-ാം തീയതി നമ്മൾ ഇപ്പൊ ഡേറ്റ് കണ്ടത്. ചിലപ്പോ അങ്ങോട്ടും ഒരു ദിവസം മാറി വരും, ആള് കിട്ടിയിട്ടില്ലേ. എന്തായാലും ജൂലൈ 2nd വീക്കിൽ ഒരു വലിയ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 1500-2000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. മിനിമം ബ്രോൺസ് ആയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ, പുതിയ ആൾക്കില്ല. എൻട്രി മിനിമം ബ്രോൺസ് പോവാണ്. അപ്പൊ ആ പ്രോഗ്രാമിൽ കയറണമെങ്കിൽ മിനിമം ബ്രോൺസ് ആവണം. ആ പ്രോഗ്രാമിൽ DTCകൾ ഏറ്റവും മികച്ച റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ട്. DTCക്ക് ഏറ്റവും മികച്ച റെക്കഗ്നൈസേഷൻ. ഇപ്പൊ DTC നിൽക്കുന്ന ആളുകൾക്ക് ഉറപ്പ്. ഇനി ഇവരെ
ഈ ZTC ചാടിക്കഴിഞ്ഞാൽ, എന്നാലും അവരെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് DTC ഉള്ളതുകൊണ്ട് DTC ബാങ്കിൽ അവർ ഏർലി ബേർഡ്സ്, നേരത്തെ മുമ്പേ പറന്ന പക്ഷികൾ എന്ന നിലയിൽ ഈ കൂടുതൽ ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്നവർ എന്ന നിലയിൽ നിങ്ങൾ ടീമിന് മുമ്പ് പരിചയപ്പെടുത്തും. അതായത് ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ ഹോളിലെ മുഴുവൻ DTCകളെയും മുത്തുക്കുടയുടെയും ചെണ്ടമേളങ്ങളുടെയും സഹായത്തോടെ ചിങ്കാരി മേളത്തിന് അകമ്പടിയോടുകൂടി വലിയ ലീഡേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി അവരെ സ്റ്റേജിലേക്ക് ആനയിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തി നിർത്തി, അതിനകത്ത് DTCയിൽ നിന്ന് ZTCയിലേക്ക് മാറിയ ആളുകളെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിർത്തി ഇവരാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷികൾ എന്ന് എല്ലാവരും മുമ്പ് കാണിച്ച് ഒന്ന് ചിങ്കാരി മേളം ഒന്ന് മുഴക്കും. അപ്പോ നിങ്ങൾ ടീം പറയാം, കണ്ട നമ്മളെ ലീഡറെ കണ്ട, അത്ര വേഗത്തിൽ പോകുന്ന ലീഡറെ കൂടെ ഞാൻ പ്രവർത്തിക്കുന്നത്. നമ്മളുള്ളത് ഭാഗ്യവശാൽ കരുത്തന്മാരുടെ കൂടെ കൈകോർക്കാനാ താല്പര്യവും, നന്നായി ചെയ്യുന്നവൻ ആഗ്രഹിക്കുന്നവന് നന്നായി ചെയ്യുന്നവരെ കൂടെ ചേരാനാ താല്പര്യവും. ഞാനാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് ഒരു DTCക്ക് പറയാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞ് DTCക്ക് ഒരു ട്രെയിനിങ്, DTC റാങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കടമകൾ എന്താണ്, നിങ്ങൾ ഉത്തരവാദിത്വം എന്താണ്, നിങ്ങൾക്കൊരു ടാർഗറ്റ്. അടുത്ത 3 മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസം 11-ാം തീയതി ZTC സെലിബ്രേഷൻ. 3 മാസം കൊണ്ട്, ഒരു മാസം 2.5 ലക്ഷം വോളിയം വെച്ച് 3 മാസം കൊണ്ട് 7 ലക്ഷം വോളിയം ചെയ്ത് എല്ലാ DTCകളെ ZTCയിലേക്ക് മാറ്റുക. DTCയിൽ കിട്ടിയതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി മേലുള്ള ഓർഗനൈസേഷൻ. അത് കഴിഞ്ഞാൽ DTCക്ക് ഒരു ട്രെയിനിങ്, അത് കഴിഞ്ഞ അടുത്ത ടാർഗറ്റ് അടുത്ത 4 മാസം. ഒരു മാസം 2.5 ലക്ഷം തന്നെ കൂടിയാൽ മതി. 4 മാസം കഴിയുമ്പോ ഫെബ്രുവരി 14 നമ്മൾ ഡേറ്റ് കണ്ടത്, ഇതിനകത്ത് കാണിക്കാത്തത് ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ഫെബ്രുവരി 14, 2026 STC സെലിബ്രേഷൻ, S for സക്സസ് STC സെലിബ്രേഷൻ. ഈ പ്രോഗ്രാമിലൊക്കെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ട്രെയിനിങ് എടുക്കുന്ന ഏറ്റവും മികച്ച കുറച്ച് ലീഡേഴ്സിനെ ഞാൻ വെളിയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ട്രെയിനേഴ്സിലേക്കല്ല, നമ്മുടെ ടീമിനകത്തുള്ള പല ലീഡേഴ്സിനെയും ട്രെയിനിങ് കേൾക്കാൻ മറ്റു ടീമിൽ കുറിച്ച് നിൽക്കുന്നത് അതെനിക്കറിയാം. പക്ഷേ നമ്മളത് സ്ഥിരം കേൾക്കുന്നതാണല്ലോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇന്ന് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് ഈ കൂടുതൽ സെറ്റാക്കുന്നുണ്ടാവും. DTCയിലും ZTCയിലും STCയിലും ഒക്കെ സെറ്റാക്കുന്നുണ്ടാവും. അവരെ കൊണ്ടുവരും. ഇനി കോമ്പറ്റീഷന്റെ കാലഘട്ടമല്ല, കൊളാബറേഷന്റെ കാലഘട്ടം. പരസ്പരം മല്ലടിച്ച് വീഴല്ല, പകരം കൂട്ടിപ്പിടിച്ച് വിജയിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുള്ള ആ ഒന്നിന്റെ കഥയില്ലേ, 9-8 ഒറ്റടി അടിക്കിട്ട് പെട്ടി വെച്ച് എന്തിനാ അടിച്ചത്? അപ്പൊ 9 ഞാൻ വമ്പന അടിക്കും. അപ്പൊ 8 അടിച്ചു 7, 7 അടിച്ചു 6, 6 അടിച്ചു 5, 5 അടിച്ചു 4, 4 അടിച്ചു 3, 3 അടിച്ചു 2, 2 അടിച്ചു 1. 1 അടി കിട്ടിയപ്പോ 1 2 അടിച്ചു. എന്തിനാണ് അടിച്ചേ? അമ്പറും ഞാൻ വലിയവനാ, ഞാൻ അടിക്കും. ആ തിരിഞ്ഞിപ്പുറത്ത് നോക്കിയപ്പോ ഒരു വേലയിലെ പൂജ നിൽക്കുന്നത്. അടിക്കാൻ തോന്നിയില്ല അവന്, ചേർത്ത് പിടിച്ചു. അപ്പോ 1 10 9-നേക്കാൾ വലുതായി. ഇനി കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ. നാട്ടിൽ സാധാരണ വ്യാപാരികൾ, വ്യവസായികൾ, കച്ചവടക്കാർ മുഴുവനും വലിയ മത്സരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോ കസ്റ്റമേഴ്സിനെ മൊത്തം ഓരോ ടൗണിലേക്ക് ഇറക്കാൻ വേണ്ടി വ്യാപാരികൾ ഒരുമിച്ച് ചേർന്ന് വ്യാപാര ഉത്സവങ്ങൾ, മുക്കം ഫെസ്റ്റ്, താമരശ്ശേരി ഫെസ്റ്റ്, ബാലുശ്ശേരി ഫെസ്റ്റ്, വ്യാപാരികൾ ഒരുമിച്ച് ചേർക്കുക. ഏത് കടയിൽ കയറി ഒരു കസ്റ്റമർ സാധനം വാങ്ങിക്കുകയാണെങ്കിലും അവർക്ക് സമ്മാന കൂപ്പൺ, നറുക്കെടുത്താൽ എല്ലാവരും ചേർന്ന് ഗിഫ്റ്റ് കൊടുക്കും. പരസ്പരം മത്സരം നിർത്തി പകരം ചേർത്ത് പിടിക്കലായി. ആ ഒരു ചേർത്ത് പിടിക്കലിന്റെ തുടക്കം നമ്മളും കുറിച്ച് കഴിഞ്ഞു. മറ്റ് ടീമിലൊക്കെയുള്ള പ്രധാന ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്താനും നമ്മൾ ലീഡേഴ്സിന് ഐക്യം ഉറപ്പുവരുത്താനും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ഞാനും ശൈലേഷ് സാറും സുബീർ സാറും BJP ശ്രീധർ സാറും, അത് കഴിഞ്ഞ CTCകൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചൊരു ഒറ്റ പോക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്.
മുന്നും പിന്നും നോട്ടല്ലാത്ത പോക്ക്. എനിക്കറിയാം അങ്ങനെ മൂവ്മെന്റ് മുമ്പിൽ ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് എന്റെ കൂടെയുള്ള ITCകളും സിറ്റികളും ഒറ്റക്കെട്ടായി മുമ്പിടുകയാണെങ്കിൽ കേരളത്തിൽ പകരം വെക്കാൻ വേറെ ടീമില്ല. എനിക്കറിയാം. ഐ വിൽ ഷോ യു. ഞാൻ കാണിക്കും. ഈ വരുന്ന ഫെബ്രുവരി കഴിയട്ടെ. ഈ വരുന്ന 10 മാസക്കാലം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ടീമിനകത്ത്. അങ്ങനെ ഫെബ്രുവരിയിൽ STC സെലിബ്രേഷൻ കഴിഞ്ഞാൽ ഒരു ഫോറിൻ കൺവെൻഷൻ. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തായ്ലൻഡ് ട്രിപ്പ്, ബാങ്കോക്കിൽ വെച്ച് നമ്മുടെ STC എന്റെ ലീഡേഴ്സിന്റെ ഒരു കൺവെൻഷൻ. ഷെയറിംഗ് ആണ്. കുറച്ച് പൈസ STC കുറച്ച് പൈസ ലീഡേഴ്സ് ഒക്കെ എടുക്കും. എന്നാലും ശരി പോണൊന്ന് വിദേശത്തേക്ക്. അങ്ങനെ ചില വിദേശ ട്രിപ്പുകളും ഈ കൂട്ടത്തില് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നേരെ ചൊവ്വ ചെയ്തു പോയാൽ തീർച്ചയായും നിങ്ങളുടെ ഒക്കെ റാങ്കുകൾ 100% മാറി എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്കിത് വഴി കിട്ടിയ എല്ലാ നേട്ടങ്ങളും എന്റെ കൈ പിടിച്ചത് വാങ്ങിച്ചു കൊടുക്കണോ. അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അവർ കിട്ടിയ എല്ലാ നേട്ടങ്ങളും തൊട്ട് താഴോട്ട് കൊടുക്കണോ. ഇങ്ങനെ തട്ടുതട്ടായി അവർ കിട്ടിയ നേട്ടങ്ങൾ കൈമാറപ്പെടുമ്പോ നമുക്കൂടെ ചേർന്നതെല്ലാം സക്സസ് ആവുന്ന ഒരു ദിവസം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ഇനി റീപർച്ചേസിംഗ് നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം 155ാമത്തെ മാസം 2 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച ബാക്കിയുണ്ട്. ആ 55 മുതൽ 60 വരെ 6 മാസം ഒരാള് എല്ലാ മാസവും ഒരു 1000 രൂപയുടെ സാധനം കമ്പനിയിൽ വാങ്ങാനുള്ള കമ്പനിയുടെ ആഗ്രഹം. അതൊരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ZTC വരെ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ എല്ലാ മാസവും വാങ്ങിക്കുന്ന കമ്പനിയുടെ ആഗ്രഹം. പുതിയ ആൾക്കാരുടെ ആഗ്രഹം മാത്രമേ പറയാനുള്ളൂ. ലീഡേഴ്സിനോടൊക്കെ നിബന്ധന വെക്കാറുണ്ട്, നിങ്ങൾ 1000 വാങ്ങിക്കണം. അങ്ങനെ എല്ലാ ലീഡേഴ്സും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ കമ്പനി പറയാണ് ഈ 1000-ന് പകരം 5000-ന് വാങ്ങിക്കുന്ന ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് എത്രയാണോ ഒരു മാസം വാങ്ങേണ്ടത്, 1000 വാങ്ങേണ്ടവരുണ്ട്. STC ലീഡേഴ്സിന് 1500 RTC ലീഡേഴ്സിന് അതിൽ കൂടുതൽ 2000-2500 ഉണ്ടാവും. അതിന്റെ 5 മടങ്ങ് നമ്മൾ പുതിയ ആളെടുക്കുക. ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ, എന്നെ ശ്രമിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ മുതൽ ഒരു ZTC വരെയുള്ള ലീഡേഴ്സ് 1000 രൂപയുടെ മിനിമം പർച്ചേസ് ആണ് ഒരു മാസം നടത്താൻ വേണ്ടി കമ്പനി ആഗ്രഹിക്കുന്നത്. അതിന് പകരം 5000 രൂപയുടെ റീപർച്ചേസ് നടത്തുന്ന ആൾക്ക് 6 മാസം അത് തുടർച്ചയായി ചെയ്താൽ 30,000 രൂപയുടെ പർച്ചേസ് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ 15% എക്സ്ട്രാ ഫ്രീ പ്രൊഡക്റ്റ് ആയി തരാം എന്ന് കമ്പനി പറയുന്നത്. ഇപ്പൊ ഓൾറെഡി എന്റെ ടീമിനകത്ത് വീക്കിലി ഒരാഴ്ചയിൽ 10,000 രൂപയ്ക്ക് മേലെ റീറ്റെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾക്ക്. ഇപ്പൊ ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആളുടെ പേര് വിട്ടുപോകുമ്പോ അതൊരു ടീം വൈസ് ഞാൻ പറഞ്ഞത് ശരിയായില്ലെന്നൊരു തോന്നൽ ആളുടെ മനസ്സിൽ വരണ്ട. പക്ഷെ ഈ ഒരു സമയത്തും എന്റെ മനസ്സിൽ ഓർമ്മയുള്ള 10,000-ന് മേലെ റീപർച്ചേസ് എല്ലാ ലീഡേഴ്സിനെയും അഭിനന്ദിക്കാൻ, ഹൃദയം തൊട്ട് അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അത് അവർക്കറിയാം ആരൊക്കെയാന്നുള്ളത്. അങ്ങനെ 10,000-ന് മേലെ ഓരോ ആഴ്ചയിലും റീപർച്ചേസ് നടത്തുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ആഴ്ചയിൽ 10,000 എന്ന് പറഞ്ഞാല് മാസം 40,000. അങ്ങനെ 6 മാസം കൊണ്ട് 2,40,000. അതിന്റെ 15% 36,000 രൂപയുടെ പുറത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയും കമ്പനി ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഈ 6 മാസം അത് എന്റെ ടീമിൽ മാക്സിമം ആൾക്ക് കിട്ടണം. ആ ഫ്രീ പ്രൊഡക്റ്റ് എന്റെ ടീമിൽ ആൾക്ക് കിട്ടണം. അത് പ്ലാൻ ചെയ്ത് ഒരാഴ്ചയിൽ ഒരു 1,250 രൂപയുടെ റീപർച്ചേസ് നടക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കവചപ്രാശം വാങ്ങിയ ഓൾമോസ്റ്റ് അതായി, ഒരു ബേസ് കൂടി വാങ്ങിയ 1,080 ഇതേപോലെ ഒരു ടീമിനകത്ത് എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് 1,250 പർച്ചേസ് നടത്തിക്കാം? മാസം 5,000 എത്ര പേർക്ക് 2,000 പർച്ചേസ് നടത്താൻ പറ്റും? അത് ജയിക്കുക. 5,000 പേർക്ക് 5,000 ജയിക്കുക. അങ്ങനെ തന്റെ ടീമിനകത്ത് താഴേക്ക് നോക്കാൻ ഓരോ ലീഡേഴ്സും തയ്യാറാവുന്നുണ്ടെങ്കിൽ
ഉയർന്നു പറക്കുന്ന പരുന്തുകൾ താഴെ നടക്കുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ ടീമിന്റെ ഡെപ്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ റീപർച്ചേസ് ഏറ്റവും ശക്തമായി ചെയ്യാൻ നിങ്ങൾ ഓരോ ടീമിനും കഴിയും. അത് ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ കഴിവല്ല, ഒരു ലീഡർ കഴിവാണ്. അത്താഴേക്ക് തട്ടായി നോക്കി മാക്സിമം ആളുകൾ കൊണ്ട് റീപർച്ചേസ് പ്ലാൻ ചെയ്ത്, സാർ എന്റെ ടീമിൽ ഈ മാസം 5 ലക്ഷം രൂപ റീറ്റെയിൽ നടന്നിട്ടുണ്ട്, 10 ലക്ഷത്തിന് റീറ്റെയിൽ നടന്നിട്ടുണ്ട്, റീപർച്ചേസ് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ലീഡേഴ്സിന് കഴിയണം. അത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 6 മാസക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ റീപർച്ചേസ് ചെയ്യുന്ന ലീഡേഴ്സിനെ നമുക്ക് ഒന്ന് ആദരിക്കണം. അതിനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. അപ്പോ റീപർച്ചേസ് പ്രൊമോട്ട് ചെയ്യേണ്ട ഈ വരുന്ന 6 മാസക്കാലത്തെ കുറിച്ച് എല്ലാ ലീഡേഴ്സും നല്ല ഓർമ്മയുണ്ടാവുക. ഈ റീപർച്ചേസ് നന്നായി ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവൻ ഉപയോഗിച്ച് തീർക്കാനാവില്ല, സ്വാഭാവികം കുറെ വിൽക്കേണ്ടി വരും. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ആവറേജ് ഒരു 30% റീറ്റെയിൽ പ്രോഫിറ്റും പ്ലസ് 15% ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന അതിന്റെ മൊത്തം എമൗണ്ടും അയാളുടെ പ്രോഫിറ്റാണ്. 15% കിട്ടുന്ന പ്രൊഡക്റ്റ് ഫുൾ ഫ്രീ ആയി കിട്ടുന്നതല്ലേ? അത് വിൽക്കുന്നത് നിങ്ങൾ ഏത് റേറ്റ് വിട്ടാലും ആ കിട്ടുന്നത് മുഴുവനും പ്രോഫിറ്റാണ്. ആവറേജ് 30% പ്ലസ് 15% ഫുൾ പ്രോഫിറ്റ് എന്ന നിലയിൽ ഏറ്റവും മികച്ച റീറ്റെയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ടീമിൽ കൊടുവള്ളിയിൽ അസ്മായി മാഡോ ഈ ബിസിനസ് വന്ന് തുടക്കകാലത്ത് നന്നായി റീറ്റെയിൽ ചെയ്തിട്ട് ഒരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചു പറയാണ്, സാർ ഞാൻ റീറ്റെയിൽ ചെയ്ത് ലാഭം കൊണ്ടുവച്ച് ഞാൻ സ്വന്തമായി ഒരു വള വാങ്ങി. പിന്നെ ദിവസം പറഞ്ഞ്, സാർ ഞാൻ ഇപ്പൊ റിക്രൂട്ട്മെന്റ് തുടങ്ങി, റീറ്റെയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്, ഇത്ര പൈസക്ക് സേവ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി. അങ്ങനെ ഒരു 3 കൊല്ലം മുമ്പ് വാങ്ങിയ ബ്രേസ്ലെറ്റിന്റെയും അന്ന് വാങ്ങിയ ബാങ്കിന്റെ വളയുടെ ഒക്കെ ഇന്നത്തെ വില എന്തായിരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഈ 15% അല്ല 150% ആയിരിക്കും പ്രോഫിറ്റ്. ഗോൾഡിന്റെ വില എങ്ങനെയാണ് കൂടിയത്? ഏറ്റവും മികച്ച മേഖലയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അത് ആഗ്രഹം ഉണ്ടായിരിക്കാം. പൊതുവെ ഭാര്യമാർ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവോട് സ്വത്ത് വിറ്റ് കിട്ടിയ കാശ് 6 ലക്ഷം ഒരേപോലെ പങ്കുവെച്ചെടുത്തു. ഭർത്താവിന്റെ പൈസ ഭർത്താവിന് ചെലവാക്കാം, ഭാര്യയുടെ പൈസ ഭാര്യയ്ക്ക് ചെലവാക്കാം. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയെ പറയുന്നത്. ഭർത്താവ് 6 ലക്ഷത്തിന് ഒരു നല്ല കാറ് പോയി വാങ്ങി, ഭാര്യ 6 ലക്ഷത്തിന് പോയി സ്വർണവും വാങ്ങി. 5 കൊല്ലം കഴിഞ്ഞപ്പോ ഭർത്താവ് വാങ്ങിയ കാറിന് 4 വില, ഭാര്യ വാങ്ങിയ സ്വർണത്തിന് 4 ഇരട്ടി മൂല്യം. ചില സമയങ്ങളിൽ സ്ത്രീകളുടെ ബുദ്ധി അവര് ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലവും വളരെ സേഫായ സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളൂ. അപ്പം ഈ വരാൻ പോകുന്ന റീറ്റെയിൽ മഹോത്സവം, റീപർച്ചേസ് കാലഘട്ടവും ഏറ്റവും മനോഹരമായി എന്റെ ടീം ഉപയോഗപ്പെടുത്തണം എന്ന് എല്ലാ ലീഡേഴ്സിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. റീടെൻഷൻ, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അതിനത്രയും ഫ്ലെക്സിബിൾ ആവുക, വന്നവരെ മുഴുവൻ നിലനിർത്തുക. ഇന്നലെ വിട്ടുപോലെ വീണ്ടും പോയി കാണുക. ഇനാക്ടിവിസ്റ്റ്, ഇന്നലെ നമ്മുടെ കൂടെ വന്ന് വിട്ടുപോയവർ, അവർക്ക് ആഗ്രഹമില്ലല്ല, നടക്കലും തോന്നിപ്പോയതാ, അവരൊക്കെ പോയി കണ്ട് കമ്പ്യൂട്ടർ ഡെവലപ്മെന്റും അതിന്റെ ഫ്യൂച്ചറൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ഇനാക്ടിവിസ്റ്റ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, കൂടെ വന്ന് പ്രവർത്തിക്കുന്ന ആൾക്ക് എപ്പോഴും ദിശാബോധം കൊടുക്കാൻ, പുതിയ അറിവ് കൊടുക്കാൻ, ഒരു ടാർഗറ്റ് വെക്കാൻ, ഇവാലുവേഷൻ നടത്താൻ, ലൈവ് ആക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. ഇനാക്ടിവിസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്. ഇത് വലിയ ലീഡർഷിപ്പ് ഉള്ളവർക്ക് ലീഡേഴ്സ് മീറ്റ്. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ചയിലും ടീം നടക്കേണ്ട ഹോം മീറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്, അവരെ കൊണ്ടുപോയി FS കേൾപ്പിക്കാനുള്ള സൗകര്യങ്ങൾ. എല്ലാ മാസവും നമ്മള് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു മെഗാ FS നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം നടത്തി. ഈ മാസം ജൂൺ 1-ാം തീയതി ഒരു പ്രൊഡക്ട് ട്രെയിനിങ് ആയിട്ട് നടത്തുന്നത്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ഡയമണ്ട് ലീഡർ അനൂപ് സാറാ പങ്കെടുക്കുന്നത്. അങ്ങനെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് പ്രൊഡക്റ്റിന്റെ കാര്യത്തിലാവാം, പ്ലാന്റെ കാര്യത്തിലാവാം, സിസ്റ്റത്തിന്റെ കാര്യത്തിലാവാം, ഈ ഇൻഡസ്ട്രിയുടെ ബിലീഫ് ആവാം, ഏതും ആയിക്കോട്ടെ. അത്തരം പ്രോഗ്രാമുകൾ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ നൽകി കമ്പനി GTS ഉള്ള എല്ലാ ജില്ലകളിലും ചെന്ന്
നമ്മൾ ടോട്ടൽ ടീമിനെ ഒരുമിച്ച് വിളിച്ചു ചേർത്ത് അവിടെയൊക്കെ AIG ടീം മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. 11-ാം തീയതി കണ്ണൂർ ഡേറ്റ് കണ്ടത്, അത് കൺഫേം ആയെന്ന് എനിക്കറിയില്ല. അവിടെ ലീഡേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അറിയിക്കും. AIG കണ്ണൂർ, AIG വയനാട്, അവിടെ ടോട്ടൽ നമ്മൾ എല്ലാ ടീമും ഒരുമിച്ച് കൂടും. അവിടുത്തെ ഏറ്റവും വലിയ ടീം ആരാണോ ആ ടീമിന് ലീഡറാണ് ചുമതലപ്പെടുത്തുക മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നേരത്തെ അറിയിക്കും. എല്ലാ ജില്ലകളിലും ഒരുമിച്ച് നിൽക്കുക, കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ, ഒരുമിച്ച് ചേർന്ന് നിൽക്കുക നമ്മള്. എന്നിട്ട് കണ്ണൂർ AIG മീറ്റ്, വയനാട് AIG മീറ്റ്, മലപ്പുറം AIG മീറ്റ്, പാലക്കാട് AIG മീറ്റ്, തൃശ്ശൂർ AIG മീറ്റ്. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി തിരിച്ചു പോകുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ ഇല്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അവർക്ക് റെഗുലറായി GTS സെന്ററിലേക്ക് പോകാനും GTS സെന്ററിൽ എല്ലാ മാസവും കമ്പൾസറി ഈ ഓരോ ജില്ലയിൽ ഉണ്ടാക്കുന്ന ഒരു കോർ കമ്മിറ്റി, AIG ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കും ഓരോ ജില്ലയിലും. ആ ജില്ലയിലെ ആ കോർ കമ്മിറ്റി അവിടെ FS നടത്താൻ തീരുമാനിക്കും. ആ FSലേക്ക് ഇവിടുത്തെ ലീഡേഴ്സിനെ നമ്മൾ വിടും. തൽക്കാലം അതത് ജില്ലയിലെ ലീഡേഴ്സ് ഡെവലപ്പ് ആവുന്നവരെ WTC ലീഡേഴ്സും ITC ലീഡേഴ്സും CTC ലീഡേഴ്സും ഒക്കെ ഇവിടെ അവിടെ എത്തിക്കോളൂ. അപ്പൊ കണ്ണൂരിന്ന് രാജേഷ് സാർ വിളിച്ചു പറയാണ്, സാറേ അടുത്ത മാസം ഇന്ന ദിവസവും അല്ലെ 14-ാം തീയതി നമ്മൾ ട്രെയിനിങ് പ്ലാൻ ചെയ്തിട്ട് സാർ ഒരാളെ പറഞ്ഞേക്കണം പറഞ്ഞാൽ ഇതാ അത് ശൈലേഷ് ബാല സാർ വരും, അല്ലെ സുബീർ സാർ വരും, അല്ലെ ഭവനേഷ് സാർ വരും, അല്ലെ പ്രതീഷ് കാൽ സാർ വരും. ആളുകളോട് പറഞ്ഞേക്കും. ആദ്യത്തെ റൗണ്ട് ഞാൻ പോകുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും പോകണം. ബാക്കിയെല്ലാം അതിനുശേഷം നമ്മുടെ ലീഡേഴ്സ് വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും ഒരു ഹാൻഡിൽ ചെയ്തോളൂ. അവർ വരുന്നത് ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമായിട്ടല്ല, ടീം AIGയുടെ മുഖമായിട്ടാണ് വരിക. സുബീർ സാർ ടീമിലേക്കും ശൈലേഷ് സാർ ടീമിലേക്കും ചുരുങ്ങിയിട്ടല്ല വരിക. AIGയുടെ മുഖമാണ് അവരുടെ. അവിടെ അവരുടെ ടോട്ടൽ ടീം AIG. അത്തരത്തിൽ എല്ലാ ജില്ലകളും പ്രസന്റേഷൻ, എല്ലാ ജില്ലയിലും നമ്മൾ FS. അപ്പോ മലപ്പുറത്തുള്ള ആൾ പറയാം, സാറേ ഞങ്ങൾക്ക് എല്ലാ മാസവും FS വേണോ? വേണ്ട, എല്ലാ ആഴ്ചയും വേണോ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറഞ്ഞേക്കും. അതിങ്ങനെ എല്ലാ ജില്ലകളിലും FS നടത്താൻ, അതേപോലെ ജില്ല വിട്ട് മെഗാ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ, ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ വലുതാക്കാൻ. അതിർത്തികൾ വലുതാണോ? മൊത്തം കുപ്പിയിലാക്കിയാൽ കുപ്പിയോടെ വളരുള്ളൂ, പിന്നെ കുപ്പി പൊട്ടണോ? ആ ഫ്രെയിം പൊട്ടത്തിന്റെ വളർച്ചയില്ല. നമ്മൾക്ക് എക്സ്പാൻഷന്റെ സമയമായി, അതിർത്തികൾ വലുതാക്കേണ്ട സമയമായി. അതിന് കുറച്ച് ചെലവ് കൂടുതലായിരിക്കും, അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്പെയിനില് രാജാവിനെ കണ്ടിട്ട് ഒരു നെയ്ത്തുകാരൻ വന്ന് പറയാണ്, അയാള് സാഹസികനായ ഒരു നാവികനാണ്. അയാൾ പറയാണ്, എനിക്കൊരു രാജ്യം കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ട്, ഒരു യാത്ര പോകണം, പക്ഷെ കൈ പൈസ ഇല്ല. മഹാരാജൻ എന്നെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം. മഹാരാജാവ് പറഞ്ഞു, അങ്ങനെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞത് പൈസ എടുത്തു തരാൻ ഖജനാവിൽ വെറുതെ പൈസ ഇറക്കില്ല, അങ്ങനെ നീ ഇവരൊന്നും കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അപ്പുറം പറഞ്ഞു നിൽക്കുന്ന രാജ്ഞി രാജാവിനെ വിളിച്ച് പറഞ്ഞു, മഹാരാജൻ അയാളുടെ സംസാരത്തിൽ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് അയാൾ രാജ്യം കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ കൊടുക്കണോ? സ്പെയിന് നഷ്ടപ്പെട്ടാൽ ഇത്തിരി പണം മാത്രമേ പോവുള്ളൂ, പക്ഷെ ഒരു രാജ്യം കണ്ടുപിടിച്ചാൽ നമ്മുടെ അതിർത്തികൾ വലുതാവും. അങ്ങനെ ആ നാവികന് പണം കൊടുക്കുകയും അയാൾ അടുത്ത രാജ്യം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കഥ. അതിർത്തികൾ വലുതാക്കണം. അടുത്ത ജില്ലകളിലേക്കും അടുത്ത സ്റ്റേറ്റിലേക്കും ഒക്കെ നമ്മളെ ബിസിനസ് വ്യാപിപ്പിക്കുന്ന സമയമായി. അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ ഔട്ട് സ്റ്റേഷൻ ഓപ്പറേഷൻ കാണുന്നത്. അതുകൊണ്ട് ഈ FS കേൾക്കണമെങ്കിൽ, ഒരു മെഗാ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോഴിക്കോട് എന്നെ വരണമെന്ന് ഒരു ജില്ലക്കാരും വിചാരിക്കണ്ട. ഞങ്ങൾ അങ്ങോട്ട് വരൂ, നിങ്ങൾ അവിടെ വന്നാൽ മതി. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ ലീഡേഴ്സ് എത്തും. ഒന്നുകിൽ ബെല്ലി എത്തും, അല്ലെങ്കിൽ ബെല്ലി ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെത്തും. ആ യൂണിറ്റിനോട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതില് ഏത് ലീഡർക്ക് ടീമുണ്ട് ടീമില്ല അതൊന്നും പ്രശ്നമില്ല. AIGയുടെ പതാകയുള്ള സ്ഥലങ്ങളിൽ മുഴുവനും AIGയുടെ പട്ടാളക്കാരെത്തും, കമാൻഡർ എത്തിച്ചിരിക്കും. അപ്പോ കോമ്പറ്റീഷൻ അവസാനിപ്പിച്ച് കൊളാബറേഷന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഫോറിൻ ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരാഗ്രഹമാണ്, ആദ്യം ഇങ്ങോട്ട് പങ്കുവെക്കുകയാണ്. ഫെബ്രുവരി മാസം STC ആൻഡ് അബവ് ലീഡേഴ്സിന് ഒരു ഫോറിൻ ട്രിപ്പ് വെച്ചാലോ എന്ന് ഒരു ആലോചന നേരത്തെ പറഞ്ഞല്ലോ ബാങ്കോക്കിലേക്ക്. അത് ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും വിശ്വാസം വരുന്നില്ലെന്ന് എനിക്ക് സംശയം.
ഒരാൾക്ക് വിശ്വാസമുണ്ട്, വെച്ചാൽ തള്ളലാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുൻപേ NTC ലീഡേഴ്സിനെയും കൂട്ടിയിട്ട്, കോൺഗ്രസ് ഒന്നുമില്ല, കഴിഞ്ഞ മത്സരത്തിൽ NTCനെയും കൂട്ടിയിട്ട് ഒരു NTC മീറ്റ് അങ്ങ് മലേഷ്യയിൽ കോലാലംപൂർ വെച്ചാലൊന്ന് ആലോചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഒക്ടോബർ നവംബർ ഒരു പോക്ക് പോകട്ടാ, വെറുതെ ഒരു മീറ്റിംഗ് കോലാലംപൂർ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുന്ന് ലീഡേഴ്സ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ മനസ്സിലാവും, ഇത് വെല്ലി സാർ പറഞ്ഞ റെഡിയാണ്, കൊണ്ടുപോകാനുള്ള പ്ലാൻ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ആലോചന ഉണ്ട്, ലീഡേഴ്സിനോട് കൂടി ആലോചിക്കട്ടെ. അപ്പോ വിദേശ യാത്രകൾ നിങ്ങളെ കൊണ്ടുവരുന്ന മുമ്പ് ലീഡേഴ്സുമായി അവിടെ കറങ്ങി നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കറങ്ങി കാണാനും മരിച്ചു പോകുന്ന സമയത്ത് കുടുംബത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്കും, അതോടൊപ്പം തന്നെ നാച്ചുറൽ ഡെത്തിന് പോലും ഒരു തൂ കൊടുത്ത് സംരക്ഷിക്കാമെന്ന് നമ്മളെ കമ്പനി പറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചും പഠിപ്പിച്ചും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തു. റീറ്റെയിലിംഗ് ദിവസ വരുമാനത്തെ ആളെ പ്രേരിപ്പിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഈ ഒരു വൈകിയ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഏതായാലും ഈ വരുന്ന ഒരാഴ്ച കാലത്തേക്ക് കണ്ടിന്യൂസ് ആയി ഓരോ ലീഡേഴ്സിന്റെ ഒരു വിഷനും ഒരു സബ്ജക്റ്റും ചേർത്ത് ഒരു ട്രെയിനിങ് ഉണ്ടാവും. അതിനകത്ത് മാക്സിമം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് തുടക്കമിട്ട അങ്ങനെ ഒരു ആശയം നമ്മൾ മുമ്പിലേക്ക് വെച്ച ശൈലേഷ് ബാലസാർക്ക് ഒരു നന്ദി പറയാൻ നിങ്ങളൊക്കെ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനൊപ്പത്തിനൊപ്പം മുമ്പിൽ നയിക്കാൻ സുബി സാർ രംഗത്തിറങ്ങി എന്നുള്ളത് ICICI മേഖലയിൽ, ബാങ്കിങ് മേഖലയിൽ നിന്ന് തികഞ്ഞ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ആ ഒരു പ്രൊഫഷണലിസത്തിലൂടെ തന്നെ നമ്മൾ ടീമിനെ ലീഡ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഫീൽഡിൽ കിടന്നു മരിക്കുന്ന, വേർപ്പ് കൊണ്ട് വിധി എഴുതുന്ന ഒരു ലീഡർ ബിജു VK സാറ് നിങ്ങളുമായി സംസാരിക്കാനുണ്ട്. സാധാരണക്കാരൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് വിജയിക്കാനാവുന്ന ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കണ്ണീരിന്റെ കഥയും ഇന്ന് വലിയ നേട്ടങ്ങളുടെ ആവേശത്തോടെ മുമ്പോട്ട് പോകുന്ന ശ്രീധര സാറ് സെഷനിൽ കിട്ടാനുണ്ട്. ഡയമണ്ട് ലീഡേഴ്സ് അനിൽ സാറും അനൂപ് സാറും പിന്നിലുണ്ട്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ലീഡേഴ്സിന് എനർജി കൊടുത്തുകൊണ്ട് തൊട്ട് താഴെ നിന്ന് മികച്ചത് കൊണ്ടുവരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഭവനേഷ് സാറും മറ്റ് സിറ്റീസ് ലീഡേഴ്സ്, നമ്മൾ പ്രജീഷ് കാവൽ സാറ്, ധനീഷ് മാധവൻ സാറ്, ശ്രീ സാറ്, രാജു വെലുത്ത്, ഇങ്ങനെ കുറെ സിറ്റീസ് ലീഡേഴ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ വിജീഷ് വിജയൻ സാറ്, അങ്ങനെ തൊട്ടടുത്തൊരു പട തയ്യാറായി നിൽക്കുന്നുണ്ട്. A ടീം മാത്രമല്ല B ടീമും ഉണ്ടെന്ന്. തൊട്ട് B ടീം ഇതിനേക്കാൾ മികച്ച പ്രൊജക്ടിനെ മുമ്പോട്ട് പോകാനുള്ള പദ്ധതിയുടെ നമ്മളെ കൂടെയുണ്ട്. ഈ ഒരു ടീം ഒരുമിച്ചൊന്നിറങ്ങി ആവേശത്തോടൊന്ന് കൈവച്ചു കഴിഞ്ഞാൽ ഈ 6 മാസം കൊണ്ട് കേരളത്തിലെ ചരിത്രം മാറും, നിങ്ങളുടെ റാങ്കുകൾ മാറും. അങ്ങനെ എല്ലാവരെയും റാങ്ക് മാറി വലിയ ഉയരങ്ങളിൽ എത്തിക്കാൻ ഇന്ന് തുടങ്ങി വെക്കുന്ന റെയിൻബോ ട്രെയിനിങ്ങിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും വിജയാശംസകളും നടന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു സാർ.